നമ്മളിപ്പോൾ UPI ഇടപാടിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്ത മലയാളിയുടെ ഒരു മലയാളി ഉണ്ടല്ലോ, അതൊരിക്കലും മാറില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. അതാ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. ഫോർട്ട് കൊച്ചി സ്വദേശിനിക്ക് 5 ലക്ഷത്തിൽ പരം രൂപ നഷ്ടമായിരിക്കുന്നു. വീട്ടിലിരുന്ന് ജോലി ചെയ്ത് വരുമാനം നേടാമെന്ന പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. ആ പരസ്യത്തിലെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തു, പിന്നാലെ പണവും പോയി. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എത്രയധികം വാർത്തകളാണ് ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലൂടെയും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര കിട്ടിയാലും മലയാളി പഠിക്കില്ല. കുറച്ച് പണം കിട്ടും എന്നൊരു പരസ്യം കണ്ടാൽ വീണ്ടും വീണ്ടും അതിലേക്ക് പോയി ചാടുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതെ മനു, മലയാളികളുടെ ഇത്തരം ദൗർബല്യം അത് ഈ തട്ടിപ്പ് സംഘം ചൂഷണം ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ചൂഷണം നടക്കുന്നു എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഫോർട്ട് കൊച്ചി സ്വദേശിനിക്കാണ് ഇപ്പോൾ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഇത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. FIR പറയുന്നത് പ്രകാരം ഈ യുവതി ഒരു ഇൻസ്റ്റഗ്രാം പരസ്യം ഈ യുവതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇൻസ്റ്റഗ്രാം പരസ്യത്തിൽ വർക്ക് ഫ്രം ഹോം ജോലി, അതായത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിലൂടെ വരുമാനം നേടാം, ഏതാണ്ട് 5000-ഓളം രൂപ ദിവസവും വരുമാനം നേടാം എന്ന തരത്തിലൊരു പരസ്യം കാണുന്നു. ആ പരസ്യത്തിലെ ഒരു ലിങ്കിൽ യുവതി ക്ലിക്ക് ചെയ്യുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ ഒരു സ്ഥാപനത്തിലെ HR മാനേജർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു സ്ഥാപനത്തിന്റെ, അതായത് ആ സ്ഥാപനം നിലവിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ HR മാനേജറാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരാൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നു. ഇത് അങ്ങനെയുള്ള മെസ്സേജിനൊടുവിൽ ഇങ്ങനെ ജോലിയിൽ വരുമാനം നേടാം എന്ന വിശ്വാസ്യതയ്ക്കായി ഏതാണ്ട് 4000-ഓളം രൂപ പലപ്പോഴായി ഈ യുവതിക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് ചില നമ്പറുകൾ നൽകി അതിലേക്ക് ചില ടാസ്കുകളുണ്ട്, അത് പൂർത്തിയാക്കാൻ വേണ്ടി പലപ്പോഴായി ഇങ്ങനെ തുക ആവശ്യപ്പെടുകയും അങ്ങനെ ഏതാണ്ട് 5,70,500 രൂപ എന്നാണ് യുവതിയുടെ പരാതിയിലും പറയുന്നത്. അങ്ങനെയാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIRലും പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ പലപ്പോഴായി 5,70,500 രൂപ ഈ യുവതി അവർക്ക് അങ്ങോട്ട് നൽകിയിരിക്കുകയാണ്. പക്ഷെ അതിനുശേഷം ഇത്രയും തുക അവർ കൈക്കലാക്കിയതിനു ശേഷം ഈ യുവതിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നീട് ഈ ചാറ്റ് ചെയ്തവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. സാധാരണ രീതിയിൽ നടന്ന ഓൺലൈൻ തട്ടിപ്പ് തന്നെ. ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ യുവതി പോലീസിൽ പരാതി നൽകുന്നു. ഫോർട്ട് കൊച്ചി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഓൺലൈൻ തട്ടിപ്പായതുകൊണ്ട് തന്നെ പ്രതികളെ കണ്ടെത്തുക ശ്രമകരമാണ്. ഇതിനു മുൻപ് പല തട്ടിപ്പിലും പ്രതികളെയൊക്കെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. ആ തരത്തിൽ ഒരു ശ്രമം, അത്തരത്തിലുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്.